ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. 2026 കടക്കുന്നതിന് മുൻപ് ഈ വർഷത്തിൻ്റെ അവസാനത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് നാം കടക്കുകയാണ്. ഈ വർഷം ഒത്തിരി കാര്യങ്ങൾ, നല്ലതും ചീത്തയുമെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. നാം ഇപ്പോഴും ദൈവസന്നിധിയിൽ ആയിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ വർഷം തുടങ്ങിയപ്പോൾ നമ്മോടൊപ്പമുണ്ടായിരുന്ന ചിലർ ഈ വർഷത്തിൻ്റെ അവസാനമായ ഈ രാത്രിയിൽ നമ്മോട് കൂടെ ഇല്ലാത്ത അവസ്ഥ നമ്മിൽ പലർക്കും ഉണ്ട്. ഇന്ന് അവർക്ക് വേണ്ടിയെല്ലാം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് കാരുണ്യവാനും നീതിമാനുമായ ദൈവമാണ്. ഇന്ന് നാം പുറകോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സന്തോഷിക്കാൻ ഒരു കാര്യവും ഉണ്ടാവില്ല എന്ന് നമുക്ക് തോന്നാം. നമ്മുടെ ജീവിതം പാഴായിപ്പോയല്ലോ. കഴിഞ്ഞ വർഷം തുടങ്ങിയപ്പോൾ നാം എടുത്ത തീരുമാനങ്ങൾ ഈ അവസാനം വരെ നമുക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല. നാം ആഗ്രഹിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. നാം ആഗ്രഹിച്ച ആ നല്ല ജീവിതം നമുക്ക് നയിക്കാൻ സാധിച്ചില്ല. നാം ഒരു വർഷക്കാലം മുഴുവനും സമയം പാഴാക്കി, ജീവിതം പാഴായിപ്പോയി എന്ന് നമ്മിൽ ചിലരെങ്കിലും ഈ രാത്രിയിൽ ചിന്തിക്കുന്നുണ്ടാകാം. ഈ രാത്രിയിൽ ഒത്തിരി ദുഃഖത്തോടെയും വേദനയോടെയും നിരാശയോടെയും ഈ വർഷത്തെ നോക്കിക്കാണുന്നവരുണ്ട്. എന്നാൽ കർത്താവിൽ നാം വിശ്വാസം അർപ്പിക്കുക. ഈ രാത്രിയിൽ കർത്താവിന് നമ്മോട് പറയാനുള്ളത്, അവിടുന്ന് കാരുണ്യവാനാണ്, അവിടുന്ന് നീതിമാനാണ്. നമുക്ക് ഇന്ന് വരെ ഉണ്ടായതിൻ്റെ ഏറ്റവും വലിയ നന്മകളാകാം ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് വരെ കർത്താവ് നമ്മെ പരിപാലിച്ചു. നമ്മുടെ ശ്രദ്ധ ആ ദൈവത്തിൽ മാത്രമായിരിക്കട്ടെ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ, കഴിവുകളെ, നഷ്ടപ്പെടുത്തിയ സമയങ്ങളെ, നഷ്ടപ്പെടുത്തിയ സകല നന്മകളെയും ഓർത്ത് ദുഃഖിക്കുന്നതിലും ഉപരിയായി ഈ പുതിയ വരാൻ പോകുന്ന വർഷം, വീണ്ടും ഒരു വർഷം കർത്താവ് നമുക്ക് ദാനമായി നൽകുന്നു. ഈ പുതിയ വർഷം നമുക്ക് മുൻപേ ഉണ്ട്. അതിനാൽ ഈ പുതിയ വർഷത്തിൽ പുതിയ അവസരങ്ങൾ, പുതിയ കാര്യങ്ങൾ, പുതിയ നന്മകൾ, പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ ജീവിത രീതികൾ, പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ വീക്ഷണങ്ങൾ, ഇവയെല്ലാം നമ്മുടെ മുൻപിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. നന്മയും തിന്മയും നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ദുഃഖിക്കേണ്ട. കർത്താവിനെ നാം വാഴ്ത്തുക. ഈ രാത്രിയിൽ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുക. ഇന്നോളം പരിപാലിച്ച ദൈവത്തെ ഈ രാത്രിയിൽ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. കർത്താവിനെ ആരാധിക്കാം. കർത്താവ് ഇന്നുവരെ പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. ഇനി പുതിയ അവസരങ്ങൾ വീണ്ടും നമുക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയാം. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതെ ഇനി വരാൻ പോകുന്ന ഈ പുതിയ ദിവസത്തെ, ഈ പുതിയ രാത്രിയെ നമുക്ക് ആഘോഷമാക്കാം. 2026 ചുവടുവെക്കുന്ന ഈ സമയം നാം കൂടുതൽ ദൈവത്തെ ആരാധിക്കുക. എല്ലാം നവീകരിക്കാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുക. എല്ലാം പുതുക്കിപ്പണിയാൻ സാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുക. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ ശക്തനായ കർത്താവിനെ ആരാധിക്കുക. നഷ്ടപ്പെട്ടുപോയ അവസരങ്ങളെ വീണ്ടും പുനഃസൃഷ്ടിക്കാൻ ശക്തനായ നീതിമാനായ ദൈവത്തെ ആരാധിക്കുക. ഈ രാത്രിയിൽ നമ്മുടെ വേദനകളെയും വിഷമങ്ങളെയും നിരാശയെയും എല്ലാ ദുരിതങ്ങളെയും ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ പുതുവർഷത്തിലേക്ക് കടക്കാൻ കഴിയാതെ പോയ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2026 നമ്മോടൊപ്പം കാണാൻ കഴിയാത്ത എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക. ഈ രാത്രിയിൽ അനേകർ മറ്റ് ലൗകികമായ ആനന്ദത്തിൽ മുഴുകുമ്പോൾ നമുക്ക് നിത്യാനന്ദമായ ദൈവത്തിൻ്റെ കാൽപാദത്തിങ്കൽ ഇരിക്കാം. അവിടുത്തെ നമുക്ക് ശ്രവിക്കാം, അവിടുത്തെ നമുക്ക് ആരാധിക്കാം, അവിടുത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം, അവിടുത്തേക്ക് നന്ദി അർപ്പിക്കാം. പുതിയ മേഖലകളെ തുറന്നു തരാൻ പോകുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായിരിക്കുക.
എല്ലാം നവീകരിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് ഹൃദയത്തിൽ ആനന്ദത്തോടെ, ഭയം കൂടാതെ, സന്തോഷത്തോടെ, നിരാശയില്ലാതെ, പുതിയ പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം നവീകരിക്കാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവായ ദൈവം. അതിനാൽ തന്നെ നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ സംശയിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ ഇപ്പോഴത്തെ മനസ്സിൻ്റെ വികാരങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, ദൈവമേ, നിന്റെ സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയത്തെ പുളകമണിയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക ആനന്ദം കൊണ്ട് അവിടുന്ന് നമ്മെ നിറയ്ക്കും. നമുക്ക് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ നഷ്ടങ്ങൾ മാത്രമായിരിക്കും ഉള്ളത്. നിങ്ങൾ ഭയപ്പെടേണ്ട. നഷ്ടങ്ങളെല്ലാം ലാഭമാക്കാൻ കഴിയുന്ന ശക്തനായ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കാം. അവിടുന്ന് നമ്മുടെ ജീവിതത്തെ വീണ്ടും ക്രമപ്പെടുത്തും. വിശ്വസിക്കുക, കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എന്നെയും നിങ്ങളെയും കർത്താവായ യേശുക്രിസ്തു ഒത്തിരി 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 സ്നേഹിക്കുന്നു. അവിടുന്ന് നമ്മെ കരുതുന്നു. നമ്മുടെ നഷ്ടങ്ങളെയും വേദനകളെയും രോഗങ്ങളെയും നമ്മെ ഭാരപ്പെടുത്തുന്ന എല്ലാം ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവെ, എന്നെ ഭാരപ്പെടുത്തിയ ഈ പ്രയാസങ്ങളെ, ഈ നഷ്ടങ്ങളെ, ഈ രോഗങ്ങളെ, ഈ അവസ്ഥയെ, എൻ്റെ ദുഃഖം എല്ലാം നിനക്ക് തരുന്നു. നിനക്ക് മാത്രമേ എന്നെ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തി, എൻ്റെ കഴിവുകളെ നഷ്ടപ്പെടുത്തി. ഇവ കാരണം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷിക്കാൻ ഒന്നുമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് ഞാനൊരു പുതിയ വർഷം ദാനമായി നൽകുകയാണ്. നിനക്ക് ഞാനൊരു പുതിയ വർഷം സമ്മാനമായി നൽകുകയാണ്. ഈ 2026 വർഷം കർത്താവിൻ്റെ സമ്മാനമായി നീ എടുക്കുക. ഇത് കർത്താവിൻ്റെ നന്മയായി എടുക്കുക. കർത്താവിൻ്റെ ദാനമായി നീ എടുക്കുക. അതിനെ നന്ദി പറഞ്ഞ് ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്താൻ നീ പരിശ്രമിച്ചാൽ നിന്റെ ഇതുവരെയുള്ള നഷ്ടങ്ങളെക്കാളിലെല്ലാം ജീവിതം നന്മയുടെയും ലാഭത്തിൻ്റെയും കണക്കുകൾ മാത്രമേ പറയാൻ കാണുകയുള്ളൂ. നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ ദാനമായ ഈ പുതുവർഷത്തെ നീ സ്വീകരിക്കുക. അതിനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നീ ഉപയോഗിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഇനി മുതൽ ലാഭങ്ങൾ മാത്രമേ കാണുകയുള്ളൂ, നേട്ടങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. നിന്റെ ജീവിതത്തിൽ കൂടി അനേകർ ദൈവത്തെ അറിയാൻ പോകുന്നു, അനേകർ ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നു, അനേകർ ദൈവമാർഗത്തിൽ നടക്കാൻ പോകുന്നു. അനേകർക്ക് വഴികാട്ടിയായി കർത്താവ് ഈ രാത്രിയിൽ നിന്നെ നിയമിക്കുന്നു. നീ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ വർത്തിക്കുക. അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. നിന്റെ ദുഃഖങ്ങളെയെല്ലാം കർത്താവ് ആനന്ദമാക്കാൻ പോകുന്നു. വിശ്വസിക്കുക. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഈ പുതുവർഷത്തെ സ്വീകരിക്കുവാൻ, ഈ പുതുവർഷം ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും ജ്ഞാനത്തിനു വേണ്ടി, കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 103 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് നീ നൽകിയ അനുഭവങ്ങളെ, അവസരങ്ങളെ,
നഷ്ടപ്പെടുത്തിയതിൻ്റെ വേദനയാൽ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളുടെ ജീവിതം പാഴ് ജീവിതമായി പോയോ എന്ന് പോലും ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞകാല ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ഒരു ശൂന്യത മനോഭാവമാണ് ഉണ്ടാകുന്നത്. ഒന്നും ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ല, ഒന്നും ഞങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിച്ചില്ല. എന്നാൽ ഈ ദുഃഖഭാരം ഇന്ന് രാത്രിയിൽ ഞങ്ങളെ തളർത്തുമ്പോൾ കർത്താവെ, നാളത്തെക്കുറിച്ചുള്ള ഈ പുതിയ വർഷം നീ ഞങ്ങൾക്കായി ദാനമായി നൽകിയ ഈ പുതിയ വർഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കാൻ ഈ രാത്രിയിൽ കൃപ തരണമേ. എന്തെന്നാൽ അനേകർ ഈ വർഷത്തിൻ്റെ തുടക്കം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു, എങ്കിൽ അവരാരും ഇപ്പോൾ ഇല്ല. കർത്താവെ, എന്നാലും നിന്റെ കൃപയും കാരുണ്യവും ഈ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകി, ആരോഗ്യം നൽകി, ആയുസ് നൽകി. കർത്താവായ ദൈവമേ, നിന്റെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, നീ നൽകിയ അവസരങ്ങളെ, കഴിവുകളെ, നീ നൽകിയ ജീവിതത്തെ പാഴാക്കി. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്റെ സന്നിധിയിൽ വീണ്ടും പൂർണ്ണമായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇനി നീ നൽകുന്നതെല്ലാം ഉപയോഗപ്രദമാക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ. ഒരു പുതുവർഷത്തേക്ക് സ്വീകരിക്കുവാൻ, ഒരു പുതുവർഷം അതിൻ്റെതായ രീതിയിൽ ആഘോഷമാക്കാൻ, സന്തോഷിക്കുവാൻ, ദൈവമേ, നിന്നോടൊത്ത് സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നീ നൽകുന്ന ഓരോ ദാനത്തെയും ഓർത്ത് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങ് രക്ഷകനായ ദൈവമാണ്. കുഴിയിൽ വീണുപോയവരെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ രക്ഷിക്കാൻ കർത്താവേ, നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുത്തിയവരെ രക്ഷിക്കാൻ കർത്താവായ യേശുവേ, നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തെന്നാൽ ഞങ്ങളുടെ ഒത്തിരി വർഷങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കർത്താവേ. എന്നാലും നീ ഞങ്ങൾക്ക് നിന്റെ കാരുണ്യത്തെ പ്രതി ഒരു പുതുവർഷം കൂടി ഞങ്ങൾക്ക് നൽകി. ദൈവമേ, നീ ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന സകല നന്മകളെയും ഉപയോഗപ്രദമാക്കുവാൻ ഈ പുതുവർഷം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് നൽകിയ സകല ദാനത്തെയും ഓർത്ത് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ഞങ്ങളോടൊപ്പമില്ലാത്ത വിദേശത്തായിരിക്കുന്ന, വിദൂരത്തായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവർക്കും ഈ പുതുവർഷത്തിൻ്റെ അനുഗ്രഹങ്ങളെ നൽകി ഈ രാത്രി മുഴുവൻ നിന്റെ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ രാത്രിയിൽ ആഘോഷങ്ങൾ കൊണ്ടാടുന്ന എല്ലാവരുടെയും മേൽ നിന്റെ കാരുണ്യം ചൊരിഞ്ഞ് സകല പാപമാലിന്യത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിച്ച് ഞങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കണമേ. ഞങ്ങളുടെ യാത്രകളെ സുരക്ഷിതമാക്കണമേ. ഈ രാത്രിയിൽ യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതെ കർത്താവിൻ്റെ ശക്തമായ കരം ഈ ലോകം മുഴുവനെയും ചേർത്തു പിടിക്കണമേ. കർത്താവേ, രക്ഷകനായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്നിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ, നിന്നിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അടുത്ത നിമിഷം എന്തെന്ന് ഞങ്ങൾക്കറിയില്ല, എന്നാൽ ഞങ്ങൾക്കൊന്നറിയാം, എൻ്റെ കർത്താവായ ദൈവം, ആദിയും അന്തവുമായ ദൈവം എൻ്റെ കൂടെയുണ്ട്. അവിടുന്ന് എന്നെ സഹായിക്കും. ഞാൻ ഭയപ്പെടേണ്ടതില്ല. എന്തെന്നാൽ എൻ്റെ ശക്തനായ ദൈവം ഒരിക്കലും എന്നിൽ നിന്ന് അകന്നിരിക്കുകയില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ കർത്താവ് ഒരിക്കലും മാറുകയില്ല. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. അവിടുന്ന് ശക്തനും ധീരനുമാണ്. അവിടുന്ന് നീതിമാനും കാരുണ്യവാനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവമാണ്. അവിടുന്ന് നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവമാണ്. അവിടുന്ന് ഇല്ലായ്മയെ നിറവാക്കുന്ന ദൈവമാണ്. കർത്താവേ, ആ ദൈവമായ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ സന്നിധിയിൽ ഈ രാത്രിയിൽ ഞങ്ങൾ ചിലവഴിക്കുന്നു. നിന്നോടൊപ്പം ഞങ്ങൾ ആയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമാക്കണമേ. ഇനി മുതലുള്ള ഞങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ, സമൃദ്ധിയുടെ നിറവിൽ ജീവിക്കുവാൻ, സന്തോഷത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ, ആനന്ദത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ, ഫലപ്രാപ്തിയുടെ നിറവിൽ ജീവിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ രാത്രിയിൽ വേദനയിലും വിഷമത്തിലുമായിരിക്കുന്ന എല്ലാവരുടെ മേലും നിന്റെ കരമുണ്ടായിരിക്കണമേ. ഈ രാത്രിയിൽ അടിമത്തത്തിലായിരിക്കുന്ന എല്ലാവർക്കും നീ മോചനം നൽകണമേ. കർത്താവേ, വിദൂരങ്ങളിൽ അനവധി സ്ഥലങ്ങളിൽ ഈ ലോകത്തിൽ ആരും ഒരു വ്യക്തിയെപ്പോലും കാണാൻ കഴിയാതെ തടങ്കലിലായിരിക്കുന്നവർക്ക്, ദുഃഖത്തിലായിരിക്കുന്നവർക്ക്, ഒറ്റപ്പെട്ടു പോയവർക്ക്,
കുടുംബാംഗങ്ങളിൽ നിന്നും വേർപിരിക്കപ്പെട്ടവർക്ക് കർത്താവേ, ജീവിതത്തോട് മല്ലടിക്കുന്നവർക്ക് നിന്റെ തുണയുണ്ടായിരിക്കണമേ. ഈ രാത്രിയിൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും നിന്റെ സന്തോഷം നിറയ്ക്കണമേ. ഈ രാത്രിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് നിന്റെ ആനന്ദം കാണണമേ. കർത്താവേ, ഈ രാത്രിയിൽ അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് ഒരു പുതിയ പ്രകാശം നീ വെളിപ്പെടുത്തണമേ. ദൈവമേ, ഈ രാത്രിയിൽ പൂർണ്ണമായി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രാർത്ഥന കേൾക്കുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും ഈ പുതുവർഷം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. 2026 വർഷം എല്ലാ മേഖലയിലും അനുഗ്രഹം വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പുതുവർഷം, ഈ 2006 വർഷം എല്ലാം കൊണ്ടും ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കാൻ, ഫലപ്രാപ്തിയുള്ള ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ ചിറകിൻ കീഴിൽ നിങ്ങൾക്ക് അഭയം നൽകട്ടെ. എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് പ്രത്യേകം നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും ഈ രാത്രിയിൽ നിങ്ങൾക്കുണ്ടാകട്ടെ. നല്ല ഒരു ഉറക്കം നൽകി ഈ രാത്രിയിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി മുഴുവനും പ്രാർത്ഥനയിലായിരിക്കുന്നവർക്ക് പ്രത്യേകം കൃപ കർത്താവ് നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.